ആരടാ ചമ്മന്തി ഉണ്ടാക്കിയത്? ഞാനല്ല. ഞാനുമല്ല. ആരടാ പയറുകറി ഉണ്ടാക്കിയത്? നോക്കി നിൽക്കാതെ ഒഴിക്കടാ. ഒഴി. ചോദിച്ചതിന് ഉത്തരം പറയടാ. ആരടാ പയറുകറി ഉണ്ടാക്കിയത്? പയറ് ഞാനല്ല ഉണ്ടാക്കിയത്. ഞാനല്ല. നീ ആരടാ പയറുകറി ഉണ്ടാക്കിയത്? നീ ഉണ്ടാക്കിയ പയറുകറി ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താടാ പയറുകറി ഉണ്ടാക്കാൻ നീ മറന്നുപോയാ? ഇല്ല. പാചകമൊക്കെ നീ മറന്ന് അല്ലേ? ഇല്ല. ഒന്നും മറക്കരുത്. ഡാ മക്കളെ, ബാലു, അമ്മാവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി ഉത്തരം പറയണം. പറയാം. നീ കള്ളനല്ലേടാ? അല്ല. തന്നെ. എന്താടാ നീ മാനമര്യാദക്ക് ജീവിക്കാത്തെ? ജീവിക്കാം. ഞാൻ നിനക്ക് എഴുതി തന്ന വസ്തു എന്തേടാ? അതവിടെ കിടക്കണ്. എന്താടാ അത് വിൽക്കാത്തെ? അമ്മ സമ്മതിക്കണില്ല. ഞാൻ നിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞായിരുന്ന വസ്തു വിൽക്കണ്ടാന്ന്? പറഞ്ഞൂല. മര്യാദക്ക് പറയടാ. പറഞ്ഞില്ല. നീ എന്റെ കുഞ്ഞിനോട് കള്ളം പറഞ്ഞ് വിഷമിപ്പിച്ച് അല്ലടാ? പറ്റിപ്പോയി. പറ്റിപ്പോയി. നീ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണടാ എന്റെ പേരിലുള്ള വസ്തു നിന്റെ ഭാര്യയുടെ പേർക്ക് ഞാൻ എഴുതി വെച്ചത്. എനിക്കറിയാം. മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അമ്മാവൻ പോണില്ലേ? അല്ല, സാധാരണ ദേഹത്ത് കയറുമ്പോ 1 മണിക്കൂറിനകം ഇറങ്ങിപ്പോ. അതാണ് ചോദിച്ചത്. ഇന്ന് ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ? ഇല്ല. അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായാലോ? വേണ്ട, കുറച്ച് കഴിയുമ്പോ ഇറങ്ങി പൊയ്ക്കോളും. അമ്മയ്ക്ക് നല്ല പെട കൊടുത്താൽ മതി അച്ഛാ. അപ്പൂപ്പൻ താനേ പോയിക്കോളും. എന്തോന്നളിയാ ഇത്? ഞാൻ കുറെ പ്രേതബാധയൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ അമ്മാവന് വാങ്ങിക്കും, അളിയനും വാങ്ങിക്കും. നോക്കിക്കോ. മാമന്റെ അതേ സ്റ്റൈല്. ഏത് സ്റ്റൈല്? കളി നോക്കട, ചുവടൊക്കെ കൃത്യം. ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൊന്നുമില്ല. അളി എന്തെങ്കിലും ചെയ്യും. മാമ ഇറങ്ങി പോയില്ലെങ്കിൽ പിള്ളേര് പേടിക്കും. എന്താ അമ്മ ഇത്? ഭയങ്കര ബോറാട്ടോ. അപ്പൂപ്പനോട് കളി വേണ്ട. അപ്പൂപ്പനോട് കളി വേണ്ട. മാമ ഒന്നിറങ്ങി പോ മാമ, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഇറങ്ങി പോകുന്നു പറയണ. മാമൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. നീ ഇവിടുന്ന് പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ആക്രി സാധനം മേടിക്കാറുണ്ടല്ലേ? അളിയ നീലുവിന് പോലും അറിഞ്ഞൂടാ. മാമൻ കറക്റ്റാ മനസ്സിലാക്കി. ഇതെന്തോന്നളിയാ ഇത്? മക്കളെ, കല്യാണം നടക്കാത്തതിന്റെ പേരിൽ നീ പല ദിവസങ്ങളിലും ഒറ്റയ്ക്കിരുന്ന് കരയാറില്ലേ? എപ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ. മാമൻ ദേഹത്ത് കയറിയിട്ട് തെളിവ് വരണം. പരീക്ഷണമാണല്ലേ? മാമ ഒരു കാര്യം ചോദിച്ചോട്ടാ? ചോദിക്കും. മാമ എന്തിനാണ് എന്റെ ചേച്ചിയുടെ ദേഹത്തിലോട്ട് കയറിയത്? അവളുടെ നീലുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. എന്റെ വസ്തു വിറ്റേക്ക്, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക്. അളിയാ, പെട്ടെന്ന് ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും ചെയ്യളിയാ. വിദ്യ ഉണ്ടളിയാ. ഇപ്പൊ നോക്കിക്കോ, കുറെ ആയിട്ടുണ്ട് പോണത്. പോകുമ്പോ എന്തെങ്കിലും ഒരു തെളിവ് വേണം. അതിനുകൊണ്ട് പരീക്ഷണമാണല്ലേ? ഇത് വേണോ? വേണം വേണം വേണം. ഇത് അപകടമാണ്. അളിയ കത്തിക്ക്, ഇത് ഇട്ട് കൊടുക്കും. ഞാൻ ഇട്ട് കൊടുക്കാം. കത്തിലളിയാ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ. എന്റെ കൈ പൊള്ളിയടോ ബാലു. എവിടെ പോയത് മാമൻ? കള്ളി, പേരും കള്ളി. അളിയ നീ അറിഞ്ഞില്ലടാ? ഞാൻ അറിഞ്ഞില്ല. നിന്റെ അടുത്തും പറഞ്ഞില്ലേ? എന്റെ അടുത്ത് പറഞ്ഞില്ല. കള്ളത്തനായിരുന്നല്ലേ? നിങ്ങൾക്ക് മാത്രം അഭിനയിക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയാൻ മനസ്സിലായില്ലേ? നീ എന്തിനാ അഭിനയിച്ചേ? അഭിനയിച്ച എന്തിനാന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? രാത്രി മാമൻ വന്ന് സ്വപ്നം കണ്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞ സ്ഥലം വിൽക്കാൻ പാടില്ലെന്ന് മാമൻ സ്വപ്നത്തിൽ പറഞ്ഞെന്ന്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അറിയാം അഭിനയിക്കാൻ. നോക്കണ്ട.
ഞാനെന്തറിയാ എനക്ക് ആര്? ആര്? രാഘവ മാമൻ. എന്റെ ചെറുക്കന്റെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുത്തണല്ലേ? നീ എന്റെ വസ്തു വിൽക്കാൻ നോക്കണ്. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് വസ്തു ഒന്ന് വിൽക്കരുതെന്ന് കേട്ടാ. ചേച്ചി ഇത് ഒഴിപ്പിക്കാൻ ഒരു വഴിയുണ്ട്, നിക്ക്. അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോയടാ. നീ മേലായി വിട്ട് കിടന്നു. കൈനീട്ട്, തെളിവ് വേണം. കൈനീട്ട്. രാഘവ മാമൻ കൈനീട്ട്. നീട്ടിപ്പിടി. മക്കിയേച്ചി കത്തിക്കല്ലേ? അഗ്നിസാക്ഷിയായിട്ട് ഞാൻ പറയാണ്. അഗ്നിസാക്ഷിയായിട്ട് ഞാൻ പറയാണ്. പറഞ്ഞോ? എന്റെ വസ്തു ഞാൻ വിൽക്കൂല. ആഹാ